ഏരൂർ നെട്ടയം 474 നമ്പർ SNDP ശാഖയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രതിഷേധം. 1991-92 കാലഘട്ടത്തിൽ ആർച്ചർ ശാഖയിൽ നിന്ന് പത്രിക മുറിച്ചവൻ ഇവിടെ അംഗമാണ്. പക്ഷേ ഇവിടെ പത്രിക മുറിച്ചവൻ ഇവിടെ അംഗമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അത് മാത്രമല്ല 8 കൊല്ലം ഭരിച്ചിട്ട് കണക്ക് കാര്യം എന്തെങ്കിലും ആ പ്രസിഡന്റിന് സ്ഥിരാംഗത്വം ഇല്ല. നമുക്ക് ലിസ്റ്റ് എടുത്ത് നോക്കും. ആ പ്രസിഡന്റ് 9 വർഷം ഭരിച്ചതാ. സ്ഥിരാംഗത്വം ഇല്ല. വോട്ടുമില്ല. നമ്മൾ 4,500 രൂപ കൊടുത്ത് ഇത് ചെയ്ത് നമുക്ക് സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ പൈസ എന്റെ പരിചയം തരാൻ പറ. ഞാൻ എനിക്ക് വോട്ട് വേണം. ഒരുപാട് പേർക്ക് വോട്ടില്ല. കഴിഞ്ഞ മാസം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം കോടതിയെ സമീപിച്ചിരുന്നു. കൃത്യമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയും ഇതേ തുടർന്ന് കോടതി ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. കൃത്യമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക അവതരിപ്പിക്കുവാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. 2008 വിവാഹിതനായ എൻ്റെ പേര് പോലും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടാതെ നെടിയറ ശാഖയിലും വെട്ടിക്കൂട്ടി ശാഖയിലും ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ക്രമക്കേടുണ്ട്. എൻ്റെ പേര് സന്തോഷ്. എൻ്റെ 2008 വിവാഹം കഴിഞ്ഞത്. എൻ്റെ പേരും ഈ ശാഖയിലില്ല. ഞങ്ങളുടെ ഹരിയുടെയും എൻ്റെയും ലാലിൻ്റെയും പുള്ളിയുടെയൊന്നും പേര് ഉൾപ്പെട്ടിട്ടില്ല. പത്രിക മുറിച്ചവർക്ക് മാത്രം ഇവിടെ വോട്ട് ഉള്ളെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിൽ നിയമാനുസൃതം കൊല്ലൂർ ശാഖയിൽ നമ്മൾ വിവാഹ പത്രിക മുറിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ വന്ന രജിസ്റ്ററിനകത്ത് ഈ പേരോ ഈ അഡ്രസ്സോ യാതൊന്നും വന്നിട്ടില്ല. ഇതിന്റെ പൈസ അടച്ച രസീത് വരാൻ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതില് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെയാണ് ഇത് വന്നത്. ഞാൻ ഈ കല്യാണ കുറിയും പത്രികയുടെ ഇതിന്റെ രസീതും കൊണ്ടും കാണിച്ചിട്ടും അവർ പറയുന്നത് അതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതിപ്പോ നമ്മളിപ്പം ഒറിജിനൽ പത്രിക നമ്മളുടെ കൈവശമുണ്ട്. അമ്പലത്തിലെ രേഖ നമ്മളിതുണ്ട്. എന്നിട്ട് പോലും ഇവർ കൊണ്ടുവന്ന ലിസ്റ്റിൽ ഇതിനകത്തില്ല എന്ന് പറയുന്നു. ശാഖയിൽ പത്രിക മുറിച്ച് വിവാഹം കഴിച്ച നിരവധി പേർക്ക് വോട്ടില്ല എന്നും വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ SNDP യൂണിയനുമായി ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും മുൻ പ്രസിഡന്റ് നെട്ടയം സുജി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കോടതി ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കുകയും ആ അഡ്മിനിസ്ട്രേറ്റർ ഇന്നേ ദിവസം ഇവിടെ വോട്ടർ പട്ടിക ഇവിടെ കരട് പ്രസിദ്ധീകരിച്ച് അത് പരിശോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തു. അത് കൊണ്ടുവന്ന വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ രാത്രിയും പകലുമായി ആരോ ഒരാളിരുന്ന് ഇത് മുഴുവൻ എഴുതി ഉണ്ടാക്കിയ ഒരു വോട്ടർ പട്ടികയാണ് എന്നാണ്. 91-92 കാലഘട്ടത്തിൽ ആർച്ചൽ ശാഖയിൽ നിന്ന് പത്രിക മുറിച്ചവർ പോലും ഇവിടെ സ്ഥിരാംഗമായപ്പോൾ മറിച്ച് ഇവിടെ പത്രിക മുറിച്ച പലരും സ്ഥിരാംഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശാഖയുടെ ഭാരവാഹിയായിരുന്ന മദനയണ്ണൻ, സോമയണ്ണൻ, പ്രകാശണ്ണൻ, സുഗതനടക്കം ഉള്ളവർ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല. അവർ സ്ഥിരാംഗങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അവരൊക്കെ ഇവിടെ പത്രിക മുറിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവരും സ്ഥിരാംഗം മെമ്പർഷിപ്പ് അടച്ച് എടുത്തിട്ടുള്ളവരുമാണ്. അതുകൂടാതെ ഇവിടെ പത്രിക എടുത്തിട്ടുള്ള ശ്രീ അജിത്ത്, ശ്രീ സന്തോഷ്, ശ്രീ ലാല്, ശ്രീ ഹരി, ശ്രീ ഷാജി അടക്കം ഉള്ളവർ ഇവിടെ സ്ഥിരാംഗങ്ങൾ അല്ല എന്നുള്ളതുമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ശാഖയിൽ നിന്ന് പത്രിക മുറിച്ചത് 2002 കാലഘട്ടത്തിലാണ്. എൻ്റെ സ്ഥിരാംഗത്ത് നമ്പർ ഇതിൽ പറയുന്നത് 1204-435. 1204-435. എന്നാൽ എനിക്ക് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച പത്രിക മുറിച്ച ശ്രീ അനിൽ, അദ്ദേഹത്തിൻ്റെ ക്രമനമ്പർ, അദ്ദേഹത്തിൻ്റെ സ്ഥിരാംഗ നമ്പർ 12-49-131 എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിരാംഗത്വം കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്ഥിരാംഗത്വ നമ്പർ കിട്ടിയിരിക്കുന്നത്. എന്നേക്കാൾ 12 വർഷം മുമ്പ് വിവാഹം കഴിച്ച ഒരാളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനടക്കം ഉള്ളവർക്ക് ഇവിടെ സ്ഥിരാംഗത്വമില്ല. അത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ വിവാഹം കഴിക്കുകയോ വിവാഹ പത്രിക മുറിക്കുകയോ ചെയ്യാതെ കണ്ണൂരിൽ നിന്നോ മറ്റോ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന ഒരാൾക്ക് പോലും ഇവിടെ വോട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് വോട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമാണ്. ഇവിടെ യൂണിയനും ഈ പറയപ്പെടുന്ന എതിർചേരിയും തമ്മിൽ വലിയ ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ഞങ്ങൾ കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ വിഷൻ, കൊല്ലം.